ഓക്കെ, നമ്മൾ ഇന്നൊരു പരിചയപ്പെടാൻ പോകുന്ന ഒരു 10-15 മോഡൽ ഇക്കോമാറ്റ് ലൈലാൻഡ് ഇക്കോമാറ്റ് വണ്ടിയുടെ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതെന്നാന്ന് വെച്ചാൽ കസ്റ്റമറിൻ്റെ കംപ്ലൈൻറ്റ് ഒരു ബാക്ക് സൈഡ് ഒരു സൈഡിലേക്ക് വലിച്ചു പോകുന്നു എന്നുള്ളൊരു കംപ്ലൈൻ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ നോർമലായിട്ട് ലൈനറും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്തു. ആ സമയത്താണ് നമ്മൾ ഈ ഒരു ലീഫിൻ്റെ ഒരു പരമായിട്ടുള്ള ഒരു കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റിയത്. ലീഫിൻ്റെ സെൻട്രൽ ബോൾട്ട് ഇതിൽ കട്ടായിട്ടിരിക്കുകയായിരുന്നു. കട്ടായിട്ടിരുന്നിട്ട് ലീഫ് ഒരു സൈഡിലേക്ക് പോയിട്ട് അതാണ് ബാക്ക് സൈഡിൽ അവർ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് ഒരു സൈഡിലേക്ക് വലിച്ചു പോകുന്നുള്ളൊരു കംപ്ലൈൻ്റ് ആയിട്ടാണ് കസ്റ്റമർ പറഞ്ഞത്. അപ്പോൾ നമ്മളൊന്ന് ഇപ്പോൾ ലീഫ് അഴിച്ച് സെറ്റ് ചെയ്യുന്നുണ്ട്. അത് നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം. ഓക്കെ, ഇതാണ് നമ്മളിപ്പോൾ ടയറെല്ലാം അഴിച്ചു വെച്ചിട്ട് ലീഫിൻ്റെ സെൻട്രൽ ബോൾട്ട് കട്ടായിരിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതാണ് നമ്മുടെ ലീഫിൻ്റെ സെൻട്രൽ ബോൾട്ട് വരുന്നത്. ഇതിൻ്റെ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും ഈ ലീഫിനെല്ലാം നല്ല രീതിയിൽ അകൽച്ച വന്നിട്ടുണ്ട്. ഈ സെൻട്രൽ ബോൾട്ട് കട്ടായിട്ട് ലീഫിന് വേറെ ക്രാക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷേ സെൻട്രൽ ബോൾട്ട് കട്ടായിട്ടാണ് ഈ ലീഫിൻ്റെ അകൽച്ച വന്നേക്കുന്നത്. ഈ അകൽച്ച വരുന്ന സമയത്ത് അവർ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു സൈഡിലേക്ക് വലിച്ചു പോകുന്ന ഒരു സിറ്റുവേഷനാണ് വരുന്നത്. ഇതിപ്പോൾ നമ്മൾ ലീഫ് ഇറക്കുവാണ്. ലീഫ് ഇറക്കിയിട്ട് സെൻട്രൽ ബോൾട്ട് കട്ടായിട്ടുണ്ട്. സെൻട്രൽ ബോൾട്ട് ചേഞ്ച് ചെയ്ത് പുതിയ സെൻട്രൽ ബോൾട്ട് കയറ്റി ലീഫെല്ലാം നല്ല രീതിയിൽ റീകാമലിംഗ് ചെയ്തിട്ട് തിരിച്ച് സെറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആയിരിക്കും നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്.